മുതിർന്ന മാധ്യമപ്രവർത്തകൻ സൻകുട്ടി എബ്രഹാം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അങ്ങ് കേട്ട് കാണും, AICC കൂടി ഇടപെട്ടിരിക്കുകയാണ്. ഇപ്പോൾ വിജയസാധ്യതയുള്ള സീറ്റുകൾ ഏതൊക്കെയെന്ന് പ്രതിപക്ഷ നേതാവ് സ്വന്തം ഇഷ്ടപ്രകാരം സർവേ നടത്തി വിലയിരുത്തുന്നു. അതിനെ എതിർക്കുകയാണ് രാഷ്ട്രീയകാര്യ സമിതിയിൽ AP അനിൽകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ, അതും മുതിർന്ന നേതാക്കളുടെ പിന്തുണയോടെ. ഒരു ധ്രുവീകരണം വീണ്ടും കാണുന്നുണ്ടോ കോൺഗ്രസിൽ? ഇതൊരു ധ്രുവീകരണം ഉണ്ടാക്കുമോ എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന ഒരാള് VD സതീശൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ 1.5 വർഷത്തിന് ശേഷം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സാധ്യതകള് അല്ലെങ്കിൽ UDFന്റെ സാധ്യതകള് അത് ഏതൊക്കെ മണ്ഡലങ്ങളില് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വിജയിക്കാനാവും മുതലായ ഒരു ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ അന്വേഷണങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിൽ എന്താണ് തെറ്റ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇത് സർവേ എന്ന് പറഞ്ഞതിനെ വല്ലാത്ത രീതിയിൽ അങ്ങ് പർവ്വതീകരിക്കുക. ഞാനൊന്ന് ചോദിച്ചോട്ടെ, സതീശൻ മാത്രം വിചാരിച്ചാൽ കേരളത്തിലെ 144 മണ്ഡലങ്ങളിൽ ഒരു സർവേ നടത്താൻ പറ്റുമോ? അതിനെന്തുമാത്രം പണച്ചെലവുള്ളതാണ്? അത് സതീശൻ ഒറ്റ ഒരാൾ വിചാരിച്ചാൽ അത്രയ്ക്ക് പണം റേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, അദ്ദേഹം പണം റേസ് ചെയ്തു, അതിന് സംവിധാനം ഉണ്ടാക്കി. ആ ഒരു സാഹചര്യത്തിൽ ഒരു കോൺഗ്രസ്സുകാരൻ പോലും അറിയാതെ, നമുക്ക് കോൺഗ്രസിന്റെ രീതികളൊക്കെ അറിയാമല്ലോ, അവരെങ്ങനെയാ പ്രവർത്തിക്കുന്നത്, ഒരൊറ്റ കോൺഗ്രസ്സുകാരൻ പോലും അറിയാതെ, ഈ AP അനിൽകുമാർ അറിയാതെ ഇങ്ങനെ ഒരു സർവേ കേരളത്തിൽ നടത്താൻ ആർക്കെങ്കിലും സാധിക്കുമോ? VD സതീശൻ എന്നുള്ളത് ഇവിടെ ആർക്കെങ്കിലും സാധിക്കുമോ? പക്ഷെ ഇവിടെ സതീശൻ നടത്തിയിരിക്കുന്നത് രാഷ്ട്രീയകാര്യ സമിതി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ അത് എത്രയും വേഗം ചെയ്യേണ്ടതുണ്ട്. അതില് അദ്ദേഹം ഒരു സജഷൻ വയ്ക്കുന്നു. നമ്മൾ 21 സീറ്റ് ജയിച്ചിട്ടുണ്ട്, ബാക്കി 42 സീറ്റ് കൂടെ ജയിച്ചാൽ നമുക്ക് അധികാരത്തിലേക്ക് വരാൻ പറ്റും. കോൺഗ്രസിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് അങ്ങനെ ഒരു നിഗമനത്തിലെത്തുന്നതിന്, അങ്ങനെ ഒരു സാധ്യതാ പഠനം നടത്തുന്നതിന് ആവശ്യമായ ഡേറ്റാസ് ഈ സർവേ ഒന്നും കൂടാതെ തന്നെ കോൺഗ്രസിന് മുമ്പിലുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകള്, അപ്പൊ ഈ മാറി വരുന്ന രാഷ്ട്രീയ രംഗത്ത് വരുന്ന പുതിയ ട്രെൻഡുകള്, ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിന് വരുത്തേണ്ട മാറ്റങ്ങള്, ചിലപ്പോൾ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ അക്കാര്യത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. സ്ഥാനാർത്ഥികളെ നേരത്തെ തീരുമാനിച്ച് അല്ലെങ്കിൽ മനസ്സിലെങ്കിലും കണ്ടുകൊണ്ട് ഒരു പ്രവർത്തന രംഗത്ത് ഇറങ്ങേണ്ടി വരും. അതിനൊരു രൂപരേഖ നമുക്ക് നേരത്തെ ഉണ്ടാകണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് അദ്ദേഹമാണ് ഒരു മിഷൻ 2025 എന്ന് പറഞ്ഞൊരു മാർഗരേഖ ഉണ്ടാക്കിയത്. അന്ന് ആരും ഒന്നും എതിര് പറഞ്ഞില്ലല്ലോ. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. അപ്പൊ അതിന് ആളുകൾ പറയുന്നത് അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ആയിരിക്കാം, അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. ഭൂരിപക്ഷം കിട്ടിയാൽ ആദ്യത്തെ ചോയ്സ് ആദ്യം നോക്കുന്നത് പ്രതിപക്ഷ നേതാവിനെയാണ്. അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഉണ്ടോ എന്ന് നോക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് അടുത്ത അങ്ങനെയാണെങ്കിൽ ആ ഉത്തരവാദിത്തത്തെ പാർട്ടിക്ക് പൊതുവെ ഉപകരിക്കപ്പെടുന്ന നിലയിൽ, അല്ലെങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ആകെപ്പാടെ ഉപകരിക്കുന്ന നിലയിൽ ഈ സർവേ റിപ്പോർട്ടിനെ ആ രീതിയിൽ പരിശോധിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വരെ ഇതൊരു തർക്ക വിഷയത്തിലേക്ക് പോകേണ്ട ആവശ്യം കൂടി എന്താണ്? അപ്പോൾ മറ്റു വിഭാഗം എന്തിനെ ശക്തിയുക്തം എങ്ങനെ എതിർക്കുന്നു? ഒന്നാമത്തെ കാര്യം, ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൂർത്തിയാക്കാൻ ദയവ് ചെയ്ത് അനുവദിക്കണം. ഞാൻ പറഞ്ഞ ഒന്ന് തീർത്തോട്ടെ. ഞാൻ ഒരു മിനിറ്റ് 2 മിനിറ്റ് 1 മിനിറ്റ് കൂടി എടുക്കുന്നു. ഞാൻ പറഞ്ഞ പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്വമാണ് അടുത്ത തെരഞ്ഞെടുപ്പിനെ എങ്ങനെ മുന്നണി കോൺഗ്രസ് അഭിമുഖീകരിക്കണം. അതിന് അദ്ദേഹം ചില ഹോംവർക്ക് നടത്തി അതൊരു സജഷനായിട്ട് വെക്കുകയാണ്. ഞങ്ങളത് 63 സീറ്റുകളിൽ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. ഇതൊരു പുതിയ കാര്യമല്ല. പണ്ടും ABC എന്ന് കേരളത്തിലെ മണ്ഡലങ്ങളെ തിരിച്ച് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും പ്രവർത്തനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിൽ അങ്ങനെ ചരിത്രമുണ്ട്. 1970 അങ്ങനെ ആയിരുന്നു എന്ന് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പുതുപ്പള്ളി സീറ്റ് C വിഭാഗത്തിൽപ്പെട്ട സീറ്റായിരുന്നു, അവിടെ ജയിക്കുന്നു. അപ്പൊ ഇതൊക്കെ വളരെ സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കൂടെ ആലോചിക്കേണ്ടതുണ്ട്. ഇവിടെ സുനിൽ കനുപോലു എന്ന് പറയുന്ന ഒരാളിനെ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരൊരു സർവേ നടത്താൻ പോവുക. അത് മാത്രമല്ല, ആ കനുപോലു എന്ന് പറയുന്ന അവരുടെ സംഘം ഇപ്പോൾ തന്നെ 144 സീറ്റുകളെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ ഒരു ABCD അങ്ങനെ തിരിച്ചിട്ടുണ്ട്. ആ ഒരു കണക്ക് മുമ്പിലുണ്ട്. അതുകൂടെ വെച്ചുകൊണ്ടാവണം ഒരുപക്ഷെ സതീശൻ ചെയ്തത്. ഇവിടെ താങ്കൾ ഇപ്പോൾ ചോദിച്ച ചോദ്യം ഞാനും തന്നെ ചോദിക്കുന്നത്, എന്തിനാണ് ഇതൊരു തർക്ക വിഷയമാക്കുന്നത്? ഇങ്ങനെ ഒരു പഠന ഫലം റിപ്പോർട്ട് നമുക്ക് ഉണ്ടെങ്കിൽ അതുകൂടെ പരിഗണിക്കണം. ഞാൻ പറയുന്ന എന്റെ അഭിപ്രായം, മറ്റ് ആസ്പിരൻസ് ഉണ്ടല്ലോ മുഖ്യമന്ത്രിയാകാൻ, അവരും ഈ രീതിയിലുള്ള ഹോംവർക്ക് നടത്തട്ടെ. അവരും അവരുടേതായ ഒരു പദ്ധതി രേഖ പ്രവർത്തനത്തിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കൊണ്ടുവരട്ടെ. എന്നിട്ട് എല്ലാം കൂടെ വെച്ചിട്ട് ഒരു പ്രവർത്തന രൂപരേഖ തയ്യാറാക്കുകയല്ലേ വേണ്ട. അതിനെന്താ എത്ര വലിയ ബഹളം? അതെന്തിനാണ് ഹൈക്കമാൻഡ് ഇടപെടുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല.